മാത്രമല്ല പറഞ്ഞു പറഞ്ഞു പ്രിയപ്പെട്ടവരെ, ഈ സമുദായം ഇപ്പോൾ എവിടെ എത്തി? ഈ സമുദായത്തെ കൊണ്ട് ലാത്തേ, മഹാനായ ലാത്തേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാലും അത് ശിർക്കല്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നിടത്തേക്ക് വരെ ഈ മുസ്ലിയാക്കൾ അതപ്പതിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, ലാത്തയെ ആരാധിക്കുന്നത് വരെ, ഉസ്സയെ ആരാധിക്കുന്നത് വരെ അന്ത്യനാൾ ഇവിടെ സംഭവിക്കുകയില്ല എന്ന അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നറിയിപ്പിതാ പ്രിയപ്പെട്ടവരെ പുലർന്ന് കാണുകയാണ്. ഈ സമൂഹത്തിൽ ലാത്തേ, മഹാനായ ലാത്തേ എന്ന് വിളിച്ച് തേടിയാൽ അത് ശിർക്കല്ല എന്ന് ഒരു മുഖാമുഖത്തിൽ ഒരു മുസ്ലിം സഹോദരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് മറ്റൊരു സഖാഫി പറയുന്നുണ്ട്. ആദ്യം ആ ചോദ്യം കേട്ടോളൂ, പിന്നെ അതിന് നൽകുന്ന ഉത്തരവും കേട്ടോളൂ. എത്ര അപകടത്തിലേക്കാണ് ഈ സമുദായത്തെ ഇവർ കൊണ്ടുപോകുന്നത്. ലാത്തേ രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാലും തരക്കേടില്ല എന്ന വാദത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സമുദായമേ, ഉണർന്ന് ചിന്തിക്കൂ. ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാന വീരന്മാരുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ സമുദായത്തെ രക്ഷിക്കാൻ ദുആ ചെയ്യേണ്ടതുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കേട്ടോളൂ, ആ ചോദ്യം കേട്ടോളൂ, പിന്നെ അതിന്റെ ഉത്തരവും കേട്ടോളൂ. ഒരു മുസ്ലിം ഈ ലാത്തയ്ക്ക് താങ്കൾ പറഞ്ഞതുപോലെ സമദിയത്ത് അല്ലാഹുവിന് മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ ലാത്ത ഒരു ഔലിയ, ഒരു സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഒരു വലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മുസ്ലിം സഹായം തേടിയാൽ അത് ശിർക്കാകുമോ അല്ലയോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല. ഉണ്ടോ? ചോദ്യം മനസ്സിലായില്ലേ? ഉത്തരം കൊടുക്കുന്നത് കേട്ടോളൂ. ലാത്തേ എന്ന് വിളിച്ചാൽ ശരിയാകുമെന്നാണ് അതിന് ഉത്തരം കൊടുക്കുന്നത് കേട്ടോളൂ. ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന് അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാസ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയം ആണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. കണ്ടോ? മനസ്സിലായില്ലേ? ലാത്തേന്ന്, മഹാനായ ലാത്തേന്ന് വിളിച്ചാല് വിരോധമല്ല. എന്തേ വിശ്വസിക്കൊണ്ടു? അള്ള കൊടുത്ത കഴിവേ ഉള്ളൂ, വലിയാന്ന് വിശ്വസിച്ചാൽ മതി. ഈ സമുദായത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഈ സമുദായത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇനി പ്രിയപ്പെട്ടവരെ,